ഹലോ ഐഫോൺ 13 in 2025 ശരിക്കും ഈ ഒരു ഡിവൈസിൻ്റെ ഒരു യൂസർ റിവ്യൂവും പ്ലസ് ഇപ്പോൾ ബിഗ് ബില്യണൊക്കെ അനൗൺസ് ചെയ്ത സമയത്ത് 13 നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 13 നോക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ഫോൺ 2025 എടുക്കുന്നത് വർത്താണോ അല്ലയോ എന്നെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇരിക്കുന്നത് 128GB വേരിയൻ്റ് ആണ്. ഇപ്പം എൻ്റെ ബ്രദർ ഇപ്പോൾ അറൗണ്ട് ഒരു 3 year ആയിട്ട് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ചെയ്ത് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള iOS 26 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു 3 year ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം ഉൾപ്പെടുത്തിയൊരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വീഡിയോ ഇട്ട് കാണുന്നാലോ. ദെൻ ലെറ്റ്സ് ഗോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബിൽഡ് ആൻഡ് ഡിസൈൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബിൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അലുമിനിയം ഫ്രെയിംസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബോക്സി ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ റെയർ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ബിൽഡാണ്. നമ്മുടെ കൈയുടെ പാടയ്ക്ക് നല്ല രീതിയിൽ എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ജസ്റ്റ് ഒന്ന് തലോടി കൊടുത്താൽ അപ്പം തന്നെ കറക്റ്റ് പാടറിയാം. പിന്നെ ഈ ഒരു ക്യാമറ നമ്മളിപ്പോൾ 14-ൽ 50-ലേക്കാണ് സെയിം തന്നെയുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ ഡിസൈൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡേറ്റഡ് ആണെന്ന് തോന്നിയിട്ടില്ല. ഐഫോണിന് എടുത്ത് കാണിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണത്. സോ ആ ഒരു പോർഷനിലും ഓക്കെ, നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ഫ്രെയിമിൻ്റെ പോർഷനിലാണെങ്കിൽ നമുക്ക് കവർ ഇല്ലാണ്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഷാർപ്പായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ കവർ ഇട്ട് യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീൽ കിട്ടും. സോ അത്രയാണ് നമുക്ക് ബിൽഡ് വൈസ് ഉള്ളത്. സോ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവൻ ഒറ്റ നിലത്തിയാടലൊന്നും അങ്ങനെ പൊട്ടുന്നൊരു ക്വാളിറ്റി അല്ല, നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്. ഫ്രണ്ടിൽ നമുക്ക് സെറാമിക് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ആൻഡ് റെയർ പോർഷനിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഏതാണെന്ന് ഇതുവരെ ആപ്പിൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 15-ലാണെങ്കിലും 14-ലാണെങ്കിലും റെയർ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഏത് ഗ്രേഡ് ആണെങ്കിലും ഏത് ക്വാളിറ്റിയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നൊന്നും. സോ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് സെറാമിക് ഷീൽഡാണ് നൽകിയിട്ടുള്ളത്. സോ അതാണ് ഒരു ബിൽഡിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഡിസ്പ്ലേയുടെ പോർഷനിൽ ഈവൻ ഈ ഒരു ഫ്രെയിമിൻ്റെ പോർഷനിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഡിസ്പ്ലേ പോർഷൻ നോക്കുകയാണെങ്കിൽ 6.1 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ റെറ്റിന OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത്. 60 Hz ആണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് 60 Hz 120 Hz ഒക്കെ ഇപ്പോൾ നമുക്ക് ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് യൂസറാണ്, 120 Hzൻ്റെ ഒരു ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ ആ ഒരു റിഫ്രഷ് റേറ്റിൻ്റെ ഡിഫറൻസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ ചാൻസ് കൂടുതലാണ്. അല്ല നിങ്ങളൊരു കണ്ടിന്യൂസ് 60 Hz പോലുള്ള ഡിവൈസ് അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കാര്യമായ ഡിഫറൻസ് ഒന്നും ഈ ഒരു 60 Hz ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് കുറവാണ്. നോച്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സോ ഓവറോൾ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോസ് ആണെങ്കിലും ഗെയിംസ് കളിക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസ്, ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളറൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ പോർഷൻ കിട്ടുന്നുണ്ട്. ഇത്രയാണ് എനിക്ക് ഡിസ്പ്ലേയുടെ പോർഷനിൽ തോന്നിയൊരു കാര്യം. ഇനി നെക്സ്റ്റ് ക്യാമറയുടെ പോർഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. പ്രൈമറി ലെൻസ് നമുക്ക് 12 MB ആൻഡ് അൾട്രാ വൈഡ് ലെൻസ് നമുക്ക് 12 MB ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് വരുന്ന ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് കേട്ടോ. കാരണം വീഡിയോഗ്രാഫിക്കൊക്കെ ഒരു രക്ഷയില്ലാത്തൊരു ഫീൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ പോർഷനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ആൻഡ് സെൽഫി ക്യാമറ നോക്കുവാണെങ്കിലും 12 MB ആണ് നമുക്ക് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ക്യാമറ പോർഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ പർപ്പസിനാണ് ഈ ഒരു ഡിവൈസ് നോക്കുന്നത്, ഒരു എൻട്രി ലെവലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റിയത് 13 സീരീസോട്ടുള്ള മോഡൽസാണ്. അപ്പോൾ 13 സീരീസ് നിങ്ങൾ നോക്കുമ്പോൾ ക്യാമറയുടെ പോർഷനിൽ നിങ്ങൾക്ക് വീഡിയോഗ്രാഫി ഒക്കെ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും. നിങ്ങൾക്ക് 4K 60 FPS വരെ ഈ ഒരു ക്യാമറയുടെ പോർഷനിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷൻ ഈ ഒരു ക്യാമറയുടെ പോർഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ കണ്ടന്റ് ക്രിയേഷൻ അതുള്ള വീഡിയോഗ്രാഫി എല്ലാം നോക്കുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഒരു ക്യാമറ പോർഷനിൽ നിന്ന് കിട്ടുന്നത്. ഇവൻ സെൽഫി ക്യാമറയിൽ വരെ നമുക്ക് 4K 60 FPS നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു ഡിവൈസിൽ. പക്ഷേ എനിക്ക് ഫോട്ടോഗ്രാഫിയുടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോട്ടോസ് എല്ലാം നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നതാണ്. പക്ഷേ ലോ ലൈറ്റ് ഫോട്ടോസ് അത്രത്തോളം നല്ലൊരു എഫക്റ്റ് കിട്ടുന്നില്ല. ഇവൻ സെൽഫി ആണെങ്കിലും അല്ലെ റെയർ ക്യാമറ ആണെങ്കിലും നമുക്ക് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്ക് അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് തോന്നിയില്ല. കാരണം കുറച്ച് ഗ്രെയിൻസ് ഫീലിംഗ് എല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി വേറെ ഡിവൈസസൊക്കെ വെച്ച് നോക്കുമ്പോഴും എനിക്ക് ഐഫോൺസിൻ്റെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അത്രയ്ക്ക് പോസിറ്റീവ് പറയാൻ തോന്നിയിട്ടില്ല. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ലോ ലൈറ്റ് ആയിട്ടുള്ള ഈവൻ ഇൻഡോർ ആയിട്ടുള്ള ഒരു ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് നെഗറ്റീവ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതാണ് എനിക്ക് തോന്നിയൊരു ഡ്രോബാക്ക്. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോഗ്രാഫി ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് ഈ ഒരു ക്യാമറ പോർഷൻ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഒരു ഔട്ട്ഡേറ്റഡ് ക്യാമറയൊന്നും എനിക്ക് 2025 വെച്ചിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം വേണ്ട നല്ലൊരു ക്വാളിറ്റി ഈവൻ വീഡിയോസിലാണെങ്കിലും ഫോട്ടോസിലാണെങ്കിലും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു ഫോണിൽ കിട്ടും. സോ അപ്ഡേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2025 വർത്തായിട്ടുള്ളൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഐഫോൺ 13 വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പ്രോസസ്സറിൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ
A15 ബയോണിക് ചിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 4 GB 128 ആണ് നമുക്ക് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സർ തന്നെയാണ്. കാരണം ഈ ഒരു ഫോണിൽ ഇപ്പോൾ നമ്മൾ BGMI പോലുള്ള ഗെയിംസ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഗെയിമിങ്ങിലും ഈവൻ അതർ ആക്ടിവിറ്റീസിലും നമുക്ക് ഈ ഒരു പ്രൊസസ്സർ പോർഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം A15 എന്ന് പറഞ്ഞ ബയോണിക് ചിപ്പ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിപ്പ് തന്നെയാണ്. ഇപ്പോൾ ഈവൻ ഗെയിംസ് ആണെങ്കിലും മൾട്ടിമീഡിയ കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴാണെങ്കിലും നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിൻ്റെ പോർഷനിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ BGMI പോലുള്ള ഗെയിംസ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഗെയിം കളിക്കുമ്പോൾ അത്യാവശ്യം ഹീറ്റിംഗ് ഈ ഒരു ഫോണിൻ്റെ പോർഷനിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ രീതിയിൽ ലാഗ് പക്ഷേ ഓവർ ഹീറ്റ് ആയാൽ മാത്രം ഇപ്പോൾ ഒരു 2 hour പ്ലസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ടൈമിൽ ഫോണിൻ്റെ ഹീറ്റിംഗ് ഇച്ചിരി കൂടുമ്പോൾ ചെറിയ രീതിയിലുള്ള ലാഗ്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു ഫാനൊക്കെ ഇട്ട് കുറച്ച് കൂളിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് കൺട്രോൾഡ് ആയിട്ട് പോകും. ഇനി നെക്സ്റ്റ് എല്ലാവരും കോമൺ ആയിട്ടുള്ളൊരു കൺസേൺ ബാറ്ററി ആയിരിക്കും. ഇപ്പോൾ ബാറ്ററിയുടെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നിലവിലത്തെ ഹെൽത്ത് 86% ആണ് കേട്ടോ. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു ബാറ്ററി പോർഷൻ വന്നിട്ടില്ല. 3240 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വയർഡ് ചാർജിങ് ആണെങ്കിൽ 20 വാട്ട്സും അതുപോലെ വയർലെസ് ചാർജിങ് 15 വാട്ട്സുമാണ് ഈ ഫോണിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ ചാർജ് തന്നെയാണ്. ഒരു 20 വാട്ട് നമുക്കിതിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി വെച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഫാസ്റ്റ് ചാർജ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ ചാർജ് ആവാൻ ഒരു 1 hour ആ റേഞ്ചിൽ എന്തുവന്നാലും വരുന്നതാണ്. സോ അതാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ബാറ്ററി പോർഷനിൽ. ആൻഡ് ബാറ്ററി ബാക്കപ്പ് അറൗണ്ട് ഒരു 1 day നമുക്ക് നോർമൽ യൂസറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 1 day കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഈവൻ ഇൻസ്റ്റയിലെ റീൽസ് കാണുള്ള അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഒത്തിരി കോൾസ് അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ 2 times ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നോർമൽ യൂസറെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് നിങ്ങൾക്ക് 1 time ചാർജ് ഒരു ഫുൾ ഡേ കിട്ടാൻ ചാൻസ് കൂടുതൽ. അല്ലാത്തടത്തോളം നിങ്ങൾ ഒരു 2 times എന്തായാലും ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നല്ലൊരു ഹാർഡ് കോർ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 times എന്ത് വന്നാലും നിങ്ങൾ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഡിപ്പെൻസ് നിങ്ങളുടെ യൂസേജ് അനുസരിച്ചാണ് ചാർജിങ് വരുന്നത്. ഇപ്പം ഞാൻ പറയുന്ന ഒരു യൂസേജ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഡിപ്പെൻസ് നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ചാർജിങ്ങും എല്ലാം ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ അത്രയാണ് ബാറ്ററിയുടെ പോർഷനിലുള്ളൊരു കാര്യം. ഈ നെക്സ്റ്റ് ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ പോർഷനിലാണ്. നമുക്കിതിനകത്ത് 5G ഡിവൈസ് ആണ്, അതുപോലെ തന്നെ Wi-Fi 6 ആണ് നൽകിയിട്ടുള്ളത്. ബ്ലൂടൂത്തിൻ്റെ 5.0 ആണ് നമുക്ക് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. കണക്ടിവിറ്റിയുടെ പോർഷനിൽ യാതൊരു നെഗറ്റീവ്സ് എനിക്ക് തോന്നിയിട്ടില്ല. ഈവൻ വൈഫൈയുടെ ആണെങ്കിലും അതുപോലെ 5G കവറേജിൻ്റെ കേസിലാണെങ്കിലും കോൾ ഡ്രോപ്പോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. സോ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള കണക്ടിവിറ്റീസ് എല്ലാം ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നതാണ്. പിന്നെ 5G ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡേറ്റഡ് ഒന്നും അല്ല. ആ ഒരു പോർഷനിലും സേഫർ ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ് 13. സോ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു 2025 കണക്ടിവിറ്റി ബേസ്ഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഇനി നെക്സ്റ്റ് സോഫ്റ്റ്വെയറിൻ്റെ പോർഷനിലാണ് കുറേ പേര് ചോദിച്ചു വന്നിട്ടുള്ളത്. അത് അപ്ഡേറ്റ്സ് കിട്ടുമോ, ഈവൻ അപ്ഡേറ്റ്സ് നിർത്തുമോ ഈ ഒരു മോഡൽ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോണിൻ്റെ iOS 26 വരെയുള്ള അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2-3 ഇയറിലേക്കുള്ള അപ്ഡേറ്റ്സ് എന്ത് വന്നാലും 13 കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കേസിൽ നിങ്ങൾ കൺസേൺ വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്തപ്പോഴൊന്നും യാതൊരു ഇഷ്യൂസും നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ iOSൻ്റെ വെർഷൻ 26 ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്ക്രീൻ അടിച്ചു പോകില്ല, അതുപോലെ വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ അപ്ഡേറ്റ്സും പ്രോപ്പറായിട്ട് തന്നെ ഈ ഒരു ഡിവൈസിൽ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ വേറെ ബഗ്സോ അല്ലെങ്കിൽ ഇഷ്യൂസോ അങ്ങനെയൊന്നും നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. സ്മൂത്തായിട്ട് തന്നെയുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ iOS 26 ചെയ്തപ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ആ ഒരു മേജർ അപ്ഡേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു 2-3 ഡേയ്സിലേക്ക് ആ ഒരു ലാഗ്സ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം നമുക്ക് ഫേസ് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു വോയിസിൻ്റെ പോർഷനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കുറേയേറെ പേർക്ക് 13 അപ്ഡേറ്റിന് ശേഷം സ്ക്രീനിന് ഒരു ഗ്രീൻ ലൈൻ വീഴുന്നു അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ആവുന്നു, അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കുറേ പേര് വരുന്നത്. അതുകൊണ്ട് തന്നെ 13 ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളത്, ആപ്പിളിൽ നിങ്ങൾ ചെന്നു സർവീസ് സെൻറ്ററിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രീ റീപ്ലേസ്മെൻറ്റ് തരുന്നതായിരിക്കും, ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ. പക്ഷേ അവരുടെ പോർഷനിൽ നിന്ന് സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ തന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആപ്പിളുമായിട്ടുള്ള കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് അവരുടെ പോർഷനിൽ നിന്ന് സപ്പോർട്ട് എടുക്കാം. ഡെഫിനറ്റായിട്ടും ഫിസിക്കൽ ഡാമേജോ ലിക്വിഡ് ഡാമേജോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റി കിട്ടുന്നതാണ്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ആണ് iPhone 14 ഡിസ്പ്ലേ അടിച്ചു പോയത്. ഇപ്പോൾ 26 അല്ല, അതിന് മുമ്പത്തെ അപ്ഡേറ്റിൽ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ അത് നമ്മൾ ആപ്പിൾ കെയറിൽ ചെന്ന് ജോബ് കാർഡൊക്കെ ഇട്ട് അവർ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 25,000 അതിന് എമൗണ്ട് ആവും, കോസ്റ്റ് ആവും എന്ന് പറഞ്ഞിട്ട്
നമ്മൾ അത് ആപ്പിൾ കസ്റ്റമർ കെയറിലൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഫ്രീ റീപ്ലേസ്മെൻറ്റ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി അത് ചേഞ്ച് ചെയ്ത് കിട്ടിയിട്ട് അറൗണ്ട് 2 ഇയർ പ്ലസ് ആയ ഒരു ഡിവൈസ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ഇപ്പോൾ 13-ലാണെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് സർവീസ് സെൻറ്റർ കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം കസ്റ്റമർ കെയർ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഡിസ്പ്ലേ മാറ്റിക്കുന്നതാണ്. ഈ ഒരു 2025 ഇപ്പോൾ ബിഗ് ബില്യൺ ഡേ ഒക്കെ വന്ന സ്ഥിതിക്ക് നല്ല രീതിയിലുള്ള പ്രൈസ് 13-ന് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 32,000 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഈ ഒരു 13 എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ആ ഒരു 32 അല്ലെങ്കിൽ 33 അതിനുള്ളിലാണ് എന്നിരിക്കട്ടെ. നിങ്ങൾക്കൊരു ഐഫോൺ ആണ് നോക്കുന്നത്, മെയിനായിട്ട് നിങ്ങൾക്കൊരു വീഡിയോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13 കൺസിഡർ ചെയ്യാവുന്നൊരു ഫോണാണ്. ഇപ്പോൾ ഈവൻ 14 സെക്കൻഡിൽ വരും എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ആ ഒരു റേഞ്ചിൽ. പക്ഷേ നിങ്ങളൊരു ഫ്രഷ് ഡിവൈസാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 13 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 13 കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് നമുക്കിതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ 5G ഡിവൈസാണ്, അതുപോലെ തന്നെ നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പിളിൻ്റെ പോർഷനിൽ നിന്ന്. ആൻഡ് A15 ബയോണിക് ചിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചിപ്പ് തന്നെയാണ്. ഗെയിമിങ്ങിൻ്റെ പോർഷനാണെങ്കിൽ അതർ ആക്ടിവിറ്റീസ് നോക്കുവാണെങ്കിലും പ്രോസസറിൻ്റെ പോർഷനിൽ നിന്ന് യാതൊരു ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ അപ്ഡേറ്റിൽ വരുന്ന ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂയും പിന്നെ ഒരു ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറവാണ്. ഒരു കൺസേൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി. ഇത്രയാണ് എനിക്ക് കൺസേൺ ആയിട്ട് ഈ ഒരു ഡിവൈസിൽ തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ് നിങ്ങളൊരു ഡിവൈസ് നോക്കുന്നത്, ഇപ്പോൾ ഐഫോൺ തന്നെയാണ് നിങ്ങൾ നോക്കുന്നത്, അത് തന്നെ വേണം, 32,000-33,000 നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഡിവൈസ് എന്ന് വെച്ചാൽ ഐഫോൺ 13 മാത്രമേ ഉള്ളൂ. അപ്പോൾ 14-ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 39,999 40,000 റുപ്പീസ് ഉള്ള കാര്യം പറഞ്ഞാൽ ആ ഒരു 40,000 റുപ്പീസ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഗോ ഫോർ ഐഫോൺ 14 എന്നേ ഞാൻ പറയുള്ളൂ. കാരണം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ്, ലേറ്റസ്റ്റ് ഡിവൈസാണ്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം ക്യാമറയുടെ പോർഷനാണെങ്കിലും പെർഫോമൻസ് പോർഷനാണെങ്കിലും ബാറ്ററിയുടെ പോർഷനാണെങ്കിലും ഐഫോൺ 14 നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു 40,000 അടുത്ത് നിങ്ങൾക്ക് പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ഐഫോൺ 14. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾ മാക്സിമം ടൈറ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഐഫോൺ 13 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്തപ്പോൾ യാതൊരു ഇഷ്യൂസ് നമുക്ക് ഫെയിൽ ചെയ്തിട്ടില്ല ഈ ഒരു ഫോണിൽ. സോ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു 3 ഇയർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. അതുപോലെ സ്പീക്കർ ക്വാളിറ്റി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഈ സ്പീക്കറിൻ്റെ പോർഷനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒരു മ്യൂസിക് ഞാൻ വച്ച് കേൾപ്പിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി എല്ലാം ഉണ്ട്. അതുപോലെ അത്യാവശ്യം മോശമല്ലാത്തൊരു ലൗഡ്നെസ്സും നമുക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ പോർഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പീക്കറിൻ്റെ പോർഷനിൽ യാതൊരു ഇഷ്യൂസ് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ 2021-ലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അറൗണ്ട് ഒരു 4 ഇയർ ആയിട്ടുണ്ട് ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു 4 ഇയർ ഓൾഡ് ആയിട്ടുള്ളൊരു മോഡൽ കൂടിയാണ് എന്നുള്ളത് നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ എല്ലാവരും വാങ്ങുമ്പോൾ ആ ഒരു ഡിവൈസ് മാത്രം നോക്കുള്ളൂ, അത് ലോഞ്ച് ചെയ്ത ടൈമോ അല്ലെങ്കിൽ എത്ര വർഷമായി ആ ഒരു ഡിവൈസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് കൂടുതൽ പേര് നോക്കാറില്ല. അപ്പോൾ ഒരു 4 ഇയർ ആയിട്ടുള്ള ഡിവൈസാണ്. അപ്പോൾ ആ ഒരു 4 ഇയറിന് മുമ്പ് ഇറങ്ങിയ ഒരു ഡിവൈസ് ഇപ്പോഴും ഈ 2025-ൽ നമ്മൾ കൺസിഡർ ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പോൾ ഫീച്ചർ വൈസ് എനിക്ക് ഈ ഫോണിൽ തോന്നിയിട്ടുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഐഫോൺ 13-ൽ എനിക്ക് പറയാനുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞതിലും കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് യൂസേഴ്സ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഏതൊരു ഫോണിൻ്റെ വീഡിയോ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, നമ്മൾ ഡെഫിനറ്റായിട്ടും ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് അതിന് ഷോർട്ട് വീഡിയോസ് എല്ലാം നമ്മൾ ഇനി ഇൻസ്റ്റാ ത്രൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫോളോവറായിട്ട് കൂടിക്കൊള്ളുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദെൻ. ബൈ.